താരപ്രൗഢിയോടെയുള്ള ഒരു റോഡ് ഷോ കഴിഞ്ഞ് സ്ഥാനാർത്ഥി ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. എത്രത്തോളം ആവേശമായി തോന്നിയത്? അല്ല, ഇതൊരു നല്ലൊരു റോഡ് ഷോ ആയിരുന്നു. ശോഭന ഒരു എല്ലാവരും വലിയ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഐക്കോണാണ്, ഒരു വലിയ കൾച്ചറലും ഒരു ആർട്ടിസ്റ്റുമാണ്. ശോഭന വന്ന് ഇങ്ങനെ എൻഡോസ് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് എല്ലാം ഒരു നല്ല ക്യൂരിയോസിറ്റിയും ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാം ഉണ്ടാവും. അത് ഇപ്പോൾ കണ്ടല്ലോ. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇതിപ്പോൾ എൻ്റെ ക്യാമ്പയിൻ ഒരു ക്രോസ് സെക്ഷൻ എല്ലാവരെയും അടുത്ത് എത്തുന്നുണ്ട്. എല്ലാവർക്കും ആ മെസ്സേജ് ഇഷ്ടമാവുന്നുണ്ട്. ഞാൻ ചെയ്യാൻ പോകുന്ന പണിയും എനിക്ക് എൻ്റെ ഒരു കഴിവും എൻ്റെ ഒരു താല്പര്യവും ഇവിടെ ഒരു മാറ്റം കൊണ്ടുപോകാൻ ഒരു താല്പര്യം എല്ലാവരും റെസൊനേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സപ്പോർട്ട് ഇങ്ങനെ വരുന്നുണ്ട്. തീരദേശത്തെ മേഖലേൻ്റെ ജനങ്ങളാണോ, ടെക്നോ പാർക്കിൽ നിന്നാണോ, അങ്ങനെ കൾച്ചറൽ ആർട്ടിസ്റ്റാണോ, എല്ലാവരും എനിക്ക് തോന്നുന്നത് ഈ തിരുവനന്തപുരത്ത് ഒരു മാറ്റം അവർക്ക് എല്ലാവർക്കും ഒരു വേണമെന്ന് അവർക്കൊരു ആഗ്രഹമുണ്ട്. വലിയ പ്രചരണം, ഒരുപക്ഷെ ആൾക്കൂട്ടം അത്രത്തോളമായിരുന്നു, ജനപങ്കാളിത്തം. പക്ഷേ ശോഭനയുടെ വരവോടുകൂടി അത് കുറച്ചുകൂടി ഇരട്ടിയായി എന്നുള്ളതാണ്. അതല്ല നാച്ചുറല്ലേ, അല്ല ഇതുണ്ടാവും. ഒരു ചിലവരൊരു രാഷ്ട്രീയം അങ്ങനെ ഒരു കണക്ട് ചെയ്യാത്ത ആൾക്കാരോ ഇൻവോൾവ് ചെയ്യാത്ത ആൾക്കാരും ഒരു ഐക്കോൺ വരുമ്പോൾ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് വരും. പിന്നെ മെജോറിറ്റി രാഷ്ട്രീയം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരും വരും. അതൊരു നോർമൽ ഫിനോമിനൻ അല്ലേ. എത്രത്തോളം കോൺഫിഡൻസിലാണ് സ്ഥാനാർത്ഥി? ഞാൻ കോൺഫിഡൻ്റ് ആണ് ഇവിടെ മാറ്റം ഉണ്ടാവുന്നത്. അത് ഞാൻ അവൻ്റെ ഒരു വലിയ തിയറിറ്റീഷ്യനായിട്ട് പറയല്ല, ജനങ്ങൾ പറയുന്നത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും വേണം ഒരു മാറ്റം. അത് ടൈമായി. മാറ്റം എല്ലാവരും മടുത്തു. ഒരു 10-15 കൊല്ലമായിട്ട് എല്ലാവരും മടുത്തിരിക്കുന്നു. ഒരു മാറ്റമാണെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ശോഭന വന്നു, കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ വന്നിരുന്നു. അപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, ഇനി ഏതെങ്കിലും താരങ്ങൾ വരുമോ, നാളെ പ്രധാനമന്ത്രി കൂടി എത്തുകയാണ്. അപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ആൾക്കാർ. അത് വന്നാൽ എല്ലാവർക്കും അറിയാം. അതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് വരുമ്പോൾ എല്ലാ ജനങ്ങൾക്ക് അറിയാം. നാളെ നമ്മുടെ ഏറ്റവും വലിയ ലീഡറും ഏറ്റവും വലിയ വിഷണറിയും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി വരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആൾക്കാർ വരും, ലീഡേഴ്സും എല്ലാം വരും, സ്റ്റാർസും ചിലപ്പോൾ വരും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പന്ന്യൻ രവീന്ദ്രനോട് സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നത് ഇപ്പോഴും ത്രികോണ മത്സരമില്ല, UDF-ഉം LDF-ഉം തമ്മിലുള്ളത് മാത്രമാണെന്നുള്ളതാണ്. സാരില്ല, അത് എന്തിനാണ് ഞാനതിന് കമൻറ്റ് ചെയ്യുന്നത്? എല്ലാവർക്കും ഒരു ഒപ്പീനിയൻ ഉണ്ടാവും. ഞാൻ ഭയങ്കര കോമൺ സെൻസ് ഉപയോഗിക്കുന്ന, തലച്ചോറ് ഉപയോഗിക്കുന്ന ആളാണ്. എൻ്റെ ലൈഫ് മുഴുവൻ അങ്ങനെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നടന്ന ഒരു പുള്ളിയാണ്. എനിക്ക് ബാലറ്റ് പേപ്പറോ സാമ്പിൾ ബാലറ്റ് പേപ്പറിൽ ഒരു 10-12 പേര് കാണുന്നുണ്ട്. അതെങ്ങനെ 2-way ഫൈറ്റായി അത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ കാണുമ്പോൾ ഒരു 4-5 ആൾക്കാരുണ്ട്, 6 ആൾക്കാരുണ്ട്. അവരെല്ലാം ലെജിറ്റിമേറ്റ് കാൻഡിഡേറ്റ്സ് അല്ലേ. അവരങ്ങനെ ഡിസ്മിസ് ചെയ്യുന്നത് ശരിയാണോ? അങ്ങനെ അതൊരു പൊളിറ്റിക്കൽ ആരഗൻസ് അല്ലേ. ഈ UDF-നും LDF-നും അതാണ് പ്രോബ്ലം. 65-75 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാണ്ട് ആ ഒരു പൊളിറ്റിക്കൽ ആരഗൻസ്, ഇതൊരു 2-way ഫൈറ്റാണ്, വേറെ ആരും ഇവിടെ ജയിക്കില്ല, ജനങ്ങൾക്ക് ഒരു ഓപ്ഷനില്ല, ജനങ്ങൾക്ക് വേദനയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേദനയും പ്രശ്നം ഉണ്ടാവും, ഇവിടെ മാറ്റം ഉണ്ടാവില്ല. അതൊരു അവരുടെ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ ആരഗൻസ് ആണ്. അതൊരു ദിവസം ചേഞ്ച് ആവും. അത് റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഈ തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ഥാനാർത്ഥി കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ആത്മവിശ്വാസത്തിലാണ് എന്നുള്ളത്. അല്ല, എനിക്ക് ആദ്യം 4-ാം തീയതി വൈകുന്നേരം ഇവിടെ എത്തിയപ്പോൾ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം ആത്മവിശ്വാസം ഇന്നുണ്ട്. ഞാൻ പണി ചെയ്യും, എൻ്റെ എല്ലാ പ്രവർത്തകരും കൂടെ ഉണ്ട്. നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ മെസ്സേജാണ് നമ്മൾ പറയുന്നത്. പുരോഗതിയും വികസനത്തിന് ഒരു 10 കൊല്ലമായിട്ട് ഇന്ത്യയിൽ കാണുന്ന ഇവിടെ ആ ഒരു പുരോഗതിയും വികസനം ഇവിടെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഏത് ഗവൺമെൻറ്റാണ് 10 കൊല്ലം ഒരു ബ്ലെമിഷും ഒരു കറപ്ഷനും ഇല്ലാണ്ട് ഇതുവരെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഒരു ഒറ്റ ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. അതാണ് നരേന്ദ്രമോദിൻ്റെ ഗവൺമെൻറ്. അപ്പോൾ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ എന്താണാവുക? ഞങ്ങൾക്ക് അങ്ങനെ തരൂരോ രാഹുൽ ഗാന്ധിയോ പിന്നെ എക്സാലോജിക്കോ അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകും. ഏതായാലും തിരുവനന്തപുരത്ത് ഒരു മാറ്റമുണ്ടാകുമെന്നും അതിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് എന്നതുമാണ് സ്ഥാനാർത്ഥി പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുവിനൊപ്പം സുനിഷ യെല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.